മോളെ വിനു മോളെ, നീ ഇറങ്ങി വന്നേ, അവൻ എത്തി. ഓ എന്ന് പറഞ്ഞ പിന്നെ പ്രധാനമന്ത്രി അല്ലേ വരുന്നത്, ഇറങ്ങി വന്ന് സ്വീകരിക്കാൻ. 10 കാശുണ്ടാക്കാൻ വേണ്ടി പകലന്തിയോളം റോഡിലും ബീച്ചിലും ഡാൻസ് കളിച്ച് മനുഷ്യൻ വയറ് കരിഞ്ഞു വന്നിരിക്കുമ്പോഴാണ് ഓരോ പുതിയ കൂത്ത്. നീയൊന്ന് പുറത്തേക്ക് വന്നേ മോളെ, നിന്നെ കാണുന്നല്ലേ അവന്റെ സന്തോഷം. എനിക്ക് ഒരുത്തനെയും കാണുകയും വേണ്ട, സന്തോഷിക്കുകയും വേണ്ട. ചേടാ, ഇത് നല്ല കൂത്ത്. ഇതങ്ങോട്ട് കുടിച്ചേ, സിമന്റ് തറ കിടന്നതിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. തൊട്ടുതാക്കാൻ ഒന്നുമില്ലേ ബാബാ? അകത്തോട്ടില്ലേ, വിനു അകത്തുണ്ട്. കണ്ണൻ അച്ചാറുണ്ടോന്നാ ചോദിച്ചത്, വിനുവിനെ തൊട്ട് എങ്ങനെയാ? എനിക്ക് ചെലവിന് തരാൻ വന്നിരിക്കുന്ന ഒരു കാമദേവൻ. എനിക്ക് കള്ളന്റെ കൊള്ളക്കാരന്റെ ഒന്നും ഒരു ഓശാരവും വേണ്ട. വഴിയരികെ ഡാൻസ് കളിച്ച് തന്നെ ഞാൻ ജീവിച്ചോളാം. ആ ജുഹു ബീച്ചിൽ ഇളനീര് വെക്കുന്ന ഒറ്റക്കാലം പഞ്ചാബി 3 തവണ എനിക്ക് ലവ് ലെറ്റർ തന്നാ. ഒറ്റ പ്രാവശ്യം ഞാൻ മറുപടി കൊടുത്തോ? ഇല്ല. നാളെ ആവട്ടെ, ഐ ലവ് യു ഡാർലിംഗ് എന്ന് എന്നോട് പറഞ്ഞ ഒരു മറുപടി കൊടുക്കണം. നിന്റെ ഒറ്റക്കാലം പഞ്ചാബിയുടെ മറ്റേ കളിഞ്ഞ തല്ലി കുടിക്കും. എന്താ ഇത് കണ്ണേട്ടാ? പറയടി, എന്റെ മുഖത്ത് നോക്കി പറ, ഐ ലവ് യു ഡാർലിംഗ്. പറയടി, ഇല്ലെങ്കിൽ ഇപ്പൊ നിന്നെ देसी दारू दे दो बाबा। हरामजादे, दिमाग खराब हो गया तेरा। चक्कर आता है, छोड़ दो मुझे। ദേ, ഇനി എന്റെ അടുത്തങ്ങനെ വന്നാൽ ഞാൻ ബാബയെ വിളിക്കും. വിളിക്കോ? വിളിക്കും. വിളിക്കടേ. जोर से चिल्लाओ. വിളിക്കേ. വിളിക്കാൻ. क्या होगा? യോ യോ. എന്തു പറ്റി മോളെ? എന്തു പറ്റി മോനെ? ഞാനേ അച്ചാറിന്റെ കുപ്പി എടുക്കാൻ കൈ നീട്ടിയപ്പോ നടുവിനൊരു വിളക്കം മസിൽ കയറി. യോ മോളെ അമൃതനെ എടുത്തേ. മാറി. ശരിയായി. ഞാൻ പറഞ്ഞില്ലേ, നീ ആ സിമന്റ് തറ കിടന്ന് ഉറങ്ങിട്ടാ. മോനൊരു കാര്യം ചെയ്യും, പോയി കുളിച്ചേച്ചു വാ, നമുക്ക് ഓരോന്ന് അടിച്ചിട്ട് വല്ലതും കഴിക്കാം. വേണ്ട ബാബാ, എനിക്കിനി ഒന്നും വേണ്ട, കുളിച്ചിട്ട് ഉറങ്ങിയാ മതി. നല്ല ക്ഷീണം. വേണ്ടേ? എങ്കിൽ വേണ്ട. കണ്ണേട്ടാ, ക്യാ? ഞാൻ ഈ പാടുപെട്ട് ഉണ്ടാക്കിയതൊക്കെ ആർക്ക് കഴിക്കാനാ? നിന്റെ ഒറ്റക്കാലം പഞ്ചാബിക്ക് കൊണ്ട്. कन्नन भाई क्या मांगते हैं? कन्नन भाई किधर है? आओ मेरे साथ. कन्ना, ഒരാളെ അന്വേഷിക്കുന്നു. ഇവനായിരുന്നോ? നീ എന്തെങ്കിലും എന്നെ തേടി വരുമെന്നറിയായിരുന്നു. सुनो कन्नन, बहुत अर्जेंट काम है. चेकनाके पे नए लोग ड्यूटी पर आए हैं और गाड़ी में पिकअप बहुत कम है, इसलिए तुम्हें कुछ करना होगा प्लीज. करेगा करेगा. 10,000 रुपया चाहिए. 10,000? हाँ, ये तो बहुत ज्यादा है. ऐसा काम के लिए ये बहुत कम है. വെറുതെ എന്തിനാ നല്ലൊരു പാർട്ടി കളയുന്നു? എടാ, എനിക്ക് നിന്നെ പോലെ അരണയുടെ ബുദ്ധിയല്ല. കഴിഞ്ഞ പ്രാവശ്യം ലോകത്തെങ്ങും കിട്ടാത്ത സ്പെയർ പാർട്സും വാങ്ങിച്ച് ലോകത്തൊരു പോലീസുകാരനും പിടിക്കാത്ത കണ്ടീഷനിലാക്കി ജീവൻ പണയം വെച്ച് ചരക്കിവന്റെ ഗോഡൌണിൽ കൊണ്ടു കൊടുത്തപ്പോ ഇവനെന്താ പറഞ്ഞ്? കച്ചവടം നഷ്ടം, അടുത്ത പ്രാവശ്യം ആകട്ടെ എന്ന്. ചോദിച്ച കാശായിരുന്നെങ്കിൽ എല്ലാം അവനോട് പോകാൻ പറ. ओ ठीक है, नो बार्गेन. 10,000 में कुछ कम नहीं. संजय, गाड़ी शाम को चाहिए. തരാം തരാം. जा जा. ला 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 ला. अरे दीवानो मुझे पहचानो, लाए दिल वाला मैं हूँ कौन, मैं हूँ कौन, मैं हूँ कौन. ഡോൺ ഡോൺ ഡോൺ. അരിയാ, ഈ കണ്ണാടി വെച്ച നല്ല സ്റ്റൈൽ ആയിരിക്കും. പാതിരാത്രിയാണ് കണ്ണാടി വെക്കുന്നത്. സ്റ്റൈൽ के लिए हम जान देओ बाबा. ജയ ബാബാ. ला जा, ला जा. ला 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 ला. അപ്പോ എനിക്കൊരു സംശയം. ആ ജഡ്ജി എന്തിനാ എന്നെ വെറുതെ വിട്ടത്? എല്ലാ തെളിവും എനിക്കെതിരല്ലേ? സത്യം നീതുന്ന ഈ രാജ്യത്തിൽ അളിയ കബ് ഊപ്പർ ഗയാ. ഇനി ആ വിധിന്യായത്തിൽ വല്ല അച്ചടി പശു ഉണ്ടോ? എന്തെങ്കിലും ആവട്ടെ. ഉറങ്ങാൻ പോണെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഒന്ന് പുറത്തു പോവാ. എങ്ങോട്ട്?
ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാം. Yeah, ആ yeah, yeah. എന്നാ ഞാനും ഉണ്ട്. എനിക്കാണെങ്കിൽ ഹിന്ദി പറയാൻ പോലും ശരിക്കറിയാൻ പാടില്ല. വേണ്ട, എന്റെ പൊന്നു മലയാളം പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ് പഠിക്കാൻ പ്രായമാകുമ്പോ ഞങ്ങൾ പറയാം. ഞാൻ अरे चुप അത് പ്രായപൂർത്തിയവർക്ക് മാത്രം. എടാ പോയെ, हाँ बोलो. നമ്മൾ ഈ പകല് മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് രാത്രി ഡാൻസ് പഠിക്കാൻ പോകുന്നത് എന്തിനാ? ആ ചിലരുടെയൊക്കെ വിചാരം നമ്മൾ കൂത്താടാൻ പോവാന്ന. ഒരു കുടുംബവും കുഞ്ഞുകുട്ടി പരാധീനവും ഒക്കെ ആവാൻ പോവല്ലേ. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന തൊഴിൽ കണ്ടില്ലേ, ജീവൻ പണയം വെച്ചിട്ടുള്ളതാ. എന്നാ വല്ല ഡാൻസോ പാട്ടോ ഒക്കെ പഠിച്ച് ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് ഒന്ന് ഉയർത്താമെന്ന് വിചാരിച്ച ആരും സമ്മതിക്കില്ല. കൂലിക്ക് ആളെ വെച്ച് ഇതങ്ങ് ചെയ്യിക്കാൻ മേലെ എന്ന് ചോദിക്കും. അങ്ങനെ ചെയ്താ അവൻ പിണങ്ങിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ കയ്യിലും ഒരു വെടിക്കുള്ള മരുന്ന് വേണമല്ലോ എന്ന് ഓർത്താ ഞാൻ ഈ ഡാൻസ് പഠിക്കാൻ പോകുന്നത്. ഞാൻ ഈ കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടത് ഞാൻ വേല ചെയ്തുണ്ടാക്കും. ആർക്കാടാ? എന്താ ഈ കാണിക്കുന്ന പേരില്ലേ? വിനു വിനു എനിക്ക് വേണ്ടി ആരും കഷ്ടപ്പെടണ്ട. അങ്ങനെ ഒരു കുടുംബവും എനിക്ക് വേണ്ട. ഏയ് നിക്കേ, നീ എന്താ പറഞ്ഞ? ഇങ്ങനത്തെ കൂത്താടികളുമായിട്ടുള്ള ഏർപ്പാട് എനിക്ക് വേണ്ടെന്ന്. അയ്യോ അങ്ങനെ പറയല്ലേ. നമ്മൾ ഒരു കലയെ നിന്ദിക്കാൻ പാടില്ല. ഞാനൊരു ചെറുപ്പക്കാരനല്ലേടി, ചോര നീരമുള്ള ഒരുത്തൻ. നീ ഒന്ന് തൊടാൻ സമ്മതിക്കല. അതാ ഞാൻ കണ്ടവളുമാരുടെ അടുത്ത് പോകുന്നത്. ഇനിയും പോവും. നീ നാളെ വാ തല്ലാൻ. ഞാൻ ഇനിയും പോവും. ഇപ്പൊ ഞാൻ നിന്നെ തൊട്ടെന്നോ പിടിച്ചെന്നോ വെച്ച് ഒന്നും സംഭവിക്കില്ല, അല്ലേ അപ്പു? कुछ नहीं हुआ. നമ്മളിപ്പോ വഴി കൂടെ നടക്കുമ്പോ അബദ്ധത്തിൽ എത്രയോ പേര് നമ്മുടെ ദേഹത്ത് തട്ട് മുട്ടുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? ഉവ്വ ഉവ്വ. അന്ന് നിന്നെ ആ ഒറ്റക്കാലം കയറി പിടിച്ചപ്പോ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, അല്ലേ? അതൊക്കെ എനിക്കൊരു ഈച്ച വന്നിരിക്കുന്ന പോലെയാ. എന്നാ ഇതും ഒരു ഈച്ച വന്നിരിക്കുന്ന പോലെ കരുതിയാ മതി. ഞാനൊരു ഈച്ചയാ. പുഴുവരിക്കുന്ന പോലെ തോന്നുന്നു. അയ്യോ അത് പുഴുവല്ല, അതാടി രോമാഞ്ചം. വിനു, सुनो, कन्नन नायर किधर रहता है? मालूम नहीं साहब. फिर क्या मालूम है तुम लोगों को? हाँ, धुत तेरी की. चलो. कन्नन नायर का घर किधर है? बताओ. ഉദാർ ഹെ. ഹൗ എന്റെ പൊന്ന് സാറേ, ഉള്ളത് പറയാമല്ലോ. ശ്വാസം നേരെ വീണത് ഇപ്പോഴാ. ഇച്ചിരി വെള്ളം കുടിക്കണമായിരുന്നു. ആ കൂജ ഇങ്ങടുത്തെ പനി വേണ്ട, ഞാൻ എടുത്തോളാം. യൂണിഫോം ഇല്ലാത്ത ഒരാളെ വിട്ട് വിളിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിങ്ങ് വന്നേനെ. ഞങ്ങളെ പോലുള്ളവര് പോലീസിനെയൊക്കെ കാണുമ്പോ ഓടുകയാണല്ലോ പതിവ്. എന്നാലും ഇത്ര ഓടിക്കാൻ പാടില്ല. ये क्या है? Who is shouting outside? साहब, वे इनकी बस्ती के लोग हैं. हाँ, इनको छोड़ने को मांगता है. ठीक है, तुम जाओ. जी साहब. അയ്യോ പാവ എന്റെ ആൾക്കാരാണ് സാർ. പിന്നെ ബാബ എല്ലാരും വരണ്ട് കാണും. ഞാനൊന്ന് പുറത്തു പോയി ഇവിടെ സംസാരിച്ചൊന്നും ഞാൻ പറയില്ല. अपन सच बोलता है साहब. ബാബാ, അവരെല്ലാം കൂടി എന്റെ കണ്ണിട്ട് കൊന്നു കാണും. കണ്ണേട്ടാ, തല്ലിയില്ലേ? തല്ലിയോ കണ്ണേട്ടാ? ഏയ് സാർ, എന്റെ ഞങ്ങൾ തമ്മിൽ എന്താ പേര്? വിനു. എന്നാ കല്യാണം? കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ? എന്റെ മകന്റെ മകളാ സാറേ. മരിച്ചുപോയ എന്റെ നാണപ്പന്റെ മോളാ. ആ, അത് ശരി. ഗുഡ്, വെരി ഗുഡ്. ഞാൻ പോട്ടെ സാർ. ഇല്ല, നിൽക്കൂ. ഗൗളി, यस सर. इन सबको हमारी 2 गाड़ी में छोड़ दो. जी साहब. വാ. ബാബ എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത്? ഞാനും സാറും തമ്മില് സാറ് എന്റെ അടുക്കൽ ഒരു കാര്യം പറയാൻ വിളിപ്പിച്ച. വരട്ടെ സാർ. गुड नाइट. हमारे अपनी गाड़ी है, सब लोग चलो. നമ്മുടെ സ്വന്തം വണ്ടിയാ, കേറിക്കോ. വാ.
അപ്പു കുട്ടാ, ബാവയും വിനുവും അടക്കം ഈ ചേരിയിൽ ആരും അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്താണ്? എടാ, ഭാഗ്യം തെളിയാൻ പോകുന്നു, മഹാഭാഗ്യം തെളിയാൻ പോകുന്നു. ഇന്നത്തെ പരിവം കണ്ടിട്ട് ഇതാണ് മഹാഭാഗ്യമെങ്കിൽ എന്റെ പൊന്നളിയായ ഞങ്ങൾക്കിത് വേണ്ട. അല്ലടാ കഴുതേ, തൻ്റെ ഇടം വേണം, ധൈര്യം വേണം. ഇങ്ങനെയൊക്കെ നടന്നാൽ നമ്മളൊന്നും ആരും ആകാൻ പോകുന്നില്ല. ധാരാവിയില്ലേ, എന്താ അവിടുത്തെ പ്രത്യേകത? നല്ലതും ചീത്തയുമായ പണം ഒഴുകുന്ന സ്ഥലമാണ് അത്, ധാരാവി. അതെ, അതിന് നമുക്കെന്താ? ഞാൻ അവിടുത്തെ ദാതയാകാൻ പോകുന്നു. ഗുണ്ട തലവനാകാൻ പോകുന്നു. കണ്ടാ, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അത് രാജിന്റെ ഏരിയല്ലേ, കാർലോസിന്റെ. നിനക്ക് എന്ത് പറ്റിയടാ? अबे पी के गाड़ी चला था क्या? बच्चे अबे हट। हफ्ता ठिकाने में आया हूँ। ये लो। चल हट, पैसा जल्दी जल्दी। दिखता नहीं मैं आया हूँ। अरे कौन? चंद्रा, तू कब आए मेरी जान? बस बस बस, ज्यादा प्यार रचाने की जरूरत नहीं। कोई नया माल बाल आया है कि नहीं? माल तो नहीं आया। क्या? सच बोलता है बेटा। वैसे भी आजकल तुम्हारी याददाश्त कुछ कमजोर हो चुकी है। बुलाऊं लड़कियों को? अरे लड़कियों बाहर आओ। चांदनी, रूपा, राधा। अरे क्या मुसीबत है। आओ आओ, मुखड़ा दिखाओ। वाह क्या बात है, मौसी में आज रात को आऊंगा। पैसा कहाँ से बेटा? कड़की चल रही है, पुलिस का हफ्ता, लड़कियों का खर्च, देखो मेरे सारे गहने गिरवी हैं, मैं कंगाल हो गई हूँ। झूठ बोलती है। ये नाटक अपने पास नहीं, निकल पैसा नहीं तो। अरे बात शुरू होगी, जल्दी चलो अंदर चलो। बिड़रा। वाह मेरा यार, बहुत अच्छा काम किया. जा जा. കണ്ണൻ എന്താ പറഞ്ഞു? अरे जा जा. ആരാടാ അവൻ? എടാ ആരാടാ കണ്ണൻ? നിന്റെയൊക്കെ നേതാവുണ്ടല്ലോ ഒരുത്തൻ, ഉണ്ടാത്തലവൻ മഞ്ജിത് കുമാർ, ധാരാവിലെ രാജാവ്. എവിടെ? വിളിക്കവനെ. मंजित जी साहब. സാബ്, നിന്റെ അമ്മയുടെ. ആരാടാ അവൻ? എന്റെ ആളുകളെ എന്നെ താവളത്തിൽ വന്നടിക്കാൻ ഒരുത്തനോ? അങ്ങനെ ഒരുത്തൻ ഈ ബോംബെ നഗരത്തിൽ ഇല്ല. ഉണ്ടെങ്കിൽ അവന്റെ പിന്നിൽ ആരും ഇല്ലാതിരിക്കില്ല. मालिक, आप क्यों फिक्र करते हैं? उसका घर माटुंगा के पास किसी बस्ती में है. आज ही रात को उसे... ഉറങ്ങിക്കിടക്കുന്ന ഇരുട്ടടി അടിക്കാനാണോടാ നിന്നെയൊക്കെ തീറ്റി വളർത്തുന്നത്? പിന്നെ എനിക്കെന്താണ് നിലനിൽപ്പ്? ഇവരെയൊക്കെ ഒറ്റയ്ക്ക് തല്ലിയതല്ലേ, നിന്നോടൊരു കൈ നോക്കാൻ പ്രാപ്തനായിരിക്കും. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അങ്ങനെയാണല്ലോ. ഇലക്ഷൻ നടക്കട്ടെ. നീയാണോ അവനാണോ ധാരാവിലെ പ്രധാനമന്ത്രി എന്ന് മനസ്സിലായില്ലേ? ഇലക്ഷൻ അവനെ അറിയിച്ചേക്ക്. जी साहब. അല്ല, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? മക്കൾ അനുഭവിക്കേണ്ട പണമല്ലേ ഇതൊക്കെ? നീ അപ്പുറത്ത് പോ. അറിയാമേ, നിന്റെ മക്കൾക്കും
അവരുടെ മക്കൾക്കും പരമ്പരയായിട്ട് നിന്ന് വലയ്ക്കാനുള്ളത് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തന്നെയാ മനുഷ്യനെ ഞാനും ചോദിക്കുന്നത്. പിന്നീട് എന്നാ കാണിക്കാനാ ഈ വേശ്യാ വീട്ടിൽ നിന്നും മാടക്കടക്കാരോടും ഒക്കെ കുത്തിപ്പിടിച്ച് കാശ് മേടിക്കുന്നേ? വലിയ ആലമരമ കാർലോസ് എന്നാണല്ലോ ബോംബെയിലെ പേര്. അറിയാമോ, ആൽമരം തന്നെ ആടി, വലിയ ആൽമരം. ആൽമരം മറിയാൻ നിൽക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ മറിയാമ്മേ? ആടി, വലിയ കാറ്റും കോളും പേമാരിയും മണ്ണൊലിപ്പും ഒക്കെ വരുമ്പോ മേൽത്തട്ടിലെ വേരുകളൊക്കെ വീണുപോകും. മരം നിലനിൽക്കണമെങ്കിൽ അതിന്റെ തായ്വേര് ആഴത്തിലോട്ട് ഇറങ്ങിച്ചെല്ലണം. ആഴത്തിലോട്ടെന്ന് പറയുമ്പോ സമൂഹത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇതുപോലെയുള്ള ചേരികൾ, മൂന്നാംകിട വേശ്യാലയങ്ങൾ, പെട്ടിക്കടകൾ, വഴിവെച്ചു വാണിപക്കാർ, ഇവിടെയൊക്കെ എന്റെ അധികാരത്തിന്റെ ചിഹ്നം പതിയണം. അതിന് പുളിശ്ശേരി ഇരിപ്പുണ്ടോ? ഉച്ചക്കലത്തെ പുളിശ്ശേരി കഞ്ഞിവെള്ളം വാങ്ങിക്കലേ, അതിലിത്തിരി ഒഴിച്ച് ഇങ്ങെടുത്തോണ്ട് വാ. ആ പോ.